അറ്റാക്കിന്റെ പശ്ചാത്തലത്തില് ഇന്ത്യയിലുള്ള പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളെല്ലാം രാജ്യം വിടണം എന്ന് ഉത്തരവ് വന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു സംഗതിയാണല്ലോ. നമുക്കെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തൊരു സംഗതിയാണ്. കാരണം ഇത്രയും വലിയൊരു ത്രെട്ട് ഇവിടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശത്രു രാജ്യത്തിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവരെ പുറത്തേക്ക് പറഞ്ഞയക്കുക തന്നെ വേണം. 48 മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം എന്നൊരു ഉത്തരവ് വന്നിട്ട് മെഡിക്കൽ വിസയുള്ള ആൾക്കാർക്ക് ഇവിടെ നിൽക്കാം, അല്ലാതെ വിസിറ്റ് വിസയിൽ വന്ന ബാക്കിയുള്ള ആൾക്കാർ പോകണം എന്നതാണ് അതിൽ വന്നൊരു കാര്യം. അതിനകത്ത് വേറൊരു ക്ലോസും കൂടെ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഈ ഒരു ഉത്തരവ് വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെ പറ്റിയാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഭയങ്കര പ്രായമുള്ള ഒരു അപ്പച്ചൻ കോഴിക്കോടുള്ള, അദ്ദേഹം പാകിസ്ഥാൻ പൗരനാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്ക് നടക്കാൻ പോലും വയ്യ. ആ അവസ്ഥയിൽ എനിക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ തന്നെ നിൽക്കണം. അപ്പൊ കണ്ണീരൊഴുക്കി കണ്ണീരും കഥയുമായിട്ടാണ് ഇത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അയ്യോ, ഇതാ പാകിസ്ഥാനിയായ ഒരു വ്യക്തി ഇവിടെ ഇത്രയും വർഷം നിന്നു, ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കരയാണ് നമ്മുടെ കനിവിന് വേണ്ടി. അതുപോലെ വേറൊരു സംഗതി കണ്ടത്, 11 വയസ്സുള്ള ഒരു കുട്ടി അമ്മയിൽ നിന്നും പിരിഞ്ഞു പോവാണ്. ഈ ഉത്തരവ് വന്നതുകൊണ്ട് അതിന് പാകിസ്ഥാനിലേക്ക് പോകണം. അയ്യോ, കുട്ടിയെ അമ്മയിൽ നിന്നും പിരിക്കുന്നു. എന്തൊരു കിരാത നടപടിയാണ് ഇന്ത്യ ചെയ്യുന്നത്. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുക, അതിന്റെ താഴെ വന്ന് കുറെ ആൾക്കാർ കരയുക. ആ കരയുന്ന ആൾക്കാർ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നം നിലവിലുണ്ടെന്ന് ഇവിടെ ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും അറിയാം, ശരിയല്ലേ? അത് ക്രിക്കറ്റിലായാലും യുദ്ധത്തിലായാലും അത് അങ്ങനെ തന്നെയാണ്. പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മളുടെയൊക്കെ പല പല വാക്കുകളിലും നമ്മളുടെ പെരുമാറ്റങ്ങളിലും നമ്മൾ പറയുന്ന കാര്യങ്ങളിലും കാണുന്ന കാര്യങ്ങളിലും ഒക്കെ ഇതുണ്ട്. എന്നിട്ടും ഇന്ത്യയിലെ ഒരുപാട് പേർ മതം മാത്രം നോക്കി ആ രാജ്യത്തെ ആളുകളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ന്യൂനപക്ഷത്തെ ഭൂരിപക്ഷമാക്കാൻ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതുപോലെ തന്നെ കാലങ്ങളെടുത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന മറ്റൊരു തന്ത്രം തന്നെയാണ് ഇവിടെയുള്ള ആളുകളെ വിവാഹം കഴിച്ച് അവരിൽ പകുതി പാകിസ്ഥാനികളായിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു കുട്ടികൾ ഇവിടെ ഉണ്ടായി വരികയാണെങ്കിൽ അവർക്ക് കൂറ് ഇന്ത്യയോടായിരിക്കോ പാകിസ്ഥാനോടായിരിക്കോ? അച്ഛൻ പാകിസ്ഥാനി ആണെങ്കിൽ, അല്ലെങ്കിൽ പാതി പാകിസ്ഥാൻ ആണെങ്കിൽ ഇന്ത്യ എന്നൊരു വികാരം അവരുടെ ഉള്ളിൽ ഉണ്ടാവുമെന്നോ, അവർക്ക് ഭയങ്കരമായിട്ടുള്ള രാജ്യസ്നേഹം നമ്മുടെ രാജ്യത്തോട് ഉണ്ടാവുമെന്നോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇവർക്കറിയില്ലേ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു ത്രെട്ട് വന്നാൽ, ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ ഇത് രണ്ടും രണ്ടിടത്താവുന്നു. അറിഞ്ഞുകൊണ്ടാണോ ഇവർ വിവാഹം കഴിച്ചത്? അറിഞ്ഞുകൊണ്ടാണോ ഇവർ കുട്ടികളെ ഉണ്ടാക്കിയത്? അറിഞ്ഞുകൊണ്ടാണോ ഇവർ പാക് പൗരത്വം വെച്ചുകൊണ്ട് ഇപ്പോഴും ഇവിടെ വന്ന് ജീവിക്കുന്നത്? പിന്നെ ഇവരോട് എന്തിന്റെ പേരിലാണ് കരുണ കാണിക്കേണ്ടത്? CAA എന്നൊരു നിയമം വന്നപ്പോൾ, അതാണ് ഞാൻ പിന്നീട് വരാമെന്ന് പറഞ്ഞ സംഗതി. CAA എന്നൊരു നിയമം വന്നപ്പോൾ ഉണ്ടായ മാറ്റമാണ് പാകിസ്ഥാനിലുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം ലഭിക്കണമെങ്കിൽ 12 വർഷം ഇവിടെ സ്ഥിര താമസക്കാരായിരിക്കണം എന്നുള്ളത്. 12 വർഷം ഇവിടെ താമസിച്ച് അവരുടെ ഭാഗത്തൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ മുസ്ലിങ്ങൾക്ക് പൗരത്വം നൽകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യക്തമായ രേഖകളില്ലാത്ത, പൗരത്വമില്ലാത്ത പാകിസ്ഥാൻ മുസ്ലിങ്ങളെല്ലാം തിരിച്ചു പോയേ പറ്റൂ. എന്നാൽ ഹിന്ദുക്കൾക്ക് ഇളവുണ്ട്. ഇത് മനുഷ്യാവകാശ ലംഘനമല്ലേ എന്ന് നിങ്ങൾ പറയല്ലേ? മതത്തിന്റെ പേരിൽ വിഭജിക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യയും പാകിസ്ഥാനും. പാകിസ്ഥാൻ മുസ്ലിമുകൾ ഇന്ത്യക്ക് എപ്പോഴും ഒരു ത്രെറ്റാണ്. നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് അങ്ങനെയല്ല എന്നുള്ളത്? അതങ്ങനെയാണ്. രാജ്യത്തിന്റെ സുരക്ഷയെ മാനിച്ചുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു കാര്യം CAAയിൽ അവർ ഉൾപ്പെടുത്തിയത്. ഇന്ന് നമുക്കത് നന്മയായി വന്നില്ലേ? അന്ന് CAA വന്നപ്പോ എന്തായിരുന്നു ഇവിടെ ബഹളം? അയ്യോ, ഞങ്ങളുടെ പൗരത്വം കൊണ്ടുപോകുന്നേ എന്ന് പറഞ്ഞ് ഇവിടത്തെ മുസ്ലിങ്ങൾ ഇറങ്ങി നടക്കുമായിരുന്നില്ലേ? എന്താ നിങ്ങളുടെ പൗരത്വമൊക്കെ ഇപ്പൊ പോയോ? അല്ല, പാകിസ്ഥാനിൽ നിന്ന് ഒരു മുസ്ലിം ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ 12 വർഷം അയാളെ കൊണ്ട് ഒരു കുഴപ്പമില്ലെന്ന് ഇവിടുത്തെ ഗവൺമെന്റിന് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ പൗരത്വം നൽകൂ. പൗരത്വം ഇവിടെ ഇല്ലാത്തവർ തിരിച്ചു പോയേ പറ്റൂ. ഇപ്പൊ 11 വയസ്സുള്ള കുട്ടിയെ തിരിച്ചു വിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ത്യൻ പൗരത്വമാണെങ്കിൽ ആ കുട്ടി പോകുമായിരുന്നോ? 11 വയസ്സുള്ള കുട്ടി, അച്ഛനോ അമ്മയോ പാകിസ്ഥാനിലുള്ള കുട്ടിയുടെ പൗരത്വം പാക് പൗരത്വമാണ്. പിന്നെ എന്തിന് ഇന്ത്യയിൽ നിൽക്കണം? അമ്മയ്ക്ക് ഇന്ത്യൻ പൗരത്വം. ഈ രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി ഇവിടെ ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ച് ആൾക്കാരുടെ മനസ്സ് വിഷമിപ്പിച്ച്, അല്ലെങ്കിൽ അവരിൽ ഒരു ദയ ഉണ്ടാക്കി ഇരവാദം സൃഷ്ടിച്ച് എന്നും എടുക്കുന്ന ആയുധം ഇത് മാത്രമാണ്. ഇരവാദം സൃഷ്ടിച്ച് ഇവിടെയുള്ള ആളുകളെ കൊണ്ട് പാകിസ്ഥാൻകാരായ കുറച്ച് പേര് ഇവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാവരെയും ഒന്നും പുറത്താക്കണ്ട എന്ന രീതിയിൽ ഒരു സംസാരം വരാൻ വേണ്ടി വളരെ നാളുകൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത സംഗതിയാണ് ഇതെന്ന് എനിക്ക് പറയാൻ സാധിക്കും.
ഇപ്പൊ ബംഗ്ലാദേശികൾ കുറെ പേര് കേരളത്തിലുണ്ടെന്ന് പറയുന്നു, പാകിസ്ഥാനികളായിട്ടുള്ള കുറെ പേരും കേരളത്തിലുണ്ടെന്ന്. എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്? അമേരിക്കയിൽ പ്രോപ്പർ ആയിട്ടുള്ള രേഖകളില്ലാത്ത ആളുകളെ പുറത്താക്കിയപ്പോൾ ഇന്ത്യൻസിനെ അടക്കം ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ അത് കറക്റ്റാണ്, അവരുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ ഇന്ത്യക്കാർക്ക് ഇപ്പോഴെന്തുകൊണ്ട് ഈ സുരക്ഷയെ പറ്റി ബോധം വരുന്നില്ല? മതമാണ് ഇവിടെ പ്രശ്നം. മതം നോക്കിയാണ് കൊന്നത്. അപ്പൊ മതം നോക്കി പുറത്താക്കണം, വേറെ വഴിയില്ല. നേഷൻ ഫസ്റ്റ്. നിങ്ങൾ നോക്കിക്കോളൂ, ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്യാതെ പാകിസ്ഥാനികൾ കുറച്ച് പേര് ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നവർക്ക് നേഷൻ അല്ല ഫസ്റ്റ്, അവരുടെ തലയിൽ മതമാണ്. ആനയ്ക്ക് മതം പൊട്ടിയതിലും വലിയ കഷ്ടമാണ് മനുഷ്യന്റെ തലയിൽ മതം പൊട്ടിക്കഴിഞ്ഞാൽ. അതാണ് പെഹൽഗാമിൽ നമ്മൾ കണ്ടത്, അതാണ് പുൽവാമയിൽ നമ്മൾ കണ്ടത്, അതാണ് ഇവിടെ കോയമ്പത്തൂർ കണ്ടത്. ഇവിടെ കണ്ട എല്ലാ മത തീവ്രവാദത്തിന്റെ പുറകിലും ഈ മതം പൊട്ടിയ ആൾക്കാരാണ്. അപ്പൊ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്നേ എന്ന് കരുതി ഇന്ത്യയിലുള്ള മുസ്ലിമുകളെ അല്ല പറയുന്നേ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള എല്ലാ പ്രിവിലേജോടും കൂടി പൗരാവകാശത്തോടുകൂടി ജീവിക്കാനുള്ള എല്ലാ അംഗീകാരങ്ങളും എല്ലാ അവകാശങ്ങളും ഉണ്ട്. നമ്മൾക്ക് ഇവിടുത്തെ കാര്യം മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഏതെങ്കിലും രാജ്യത്തുള്ള മുസ്ലിമുകൾ നിങ്ങളുടെ സഹോദരങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവരെ കൂടി പരിഗണിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതിനെയൊന്നും നിങ്ങൾ എന്താ പറയാ മനുഷ്യ സ്നേഹമായിട്ടൊന്നും നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. കാരണം ഇത്രയും വലിയൊരു ത്രെട്ട്, 28 പേര് മരിച്ചില്ലേ? നിങ്ങളിൽ പെട്ടവരല്ലേ? നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? നിങ്ങളുടെ നാട്ടുകാരല്ലേ? നിങ്ങളുടെ രാജ്യക്കാരല്ലേ? നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ലേ? അതിനെക്കാട്ടിയും വലിയ വേദനയാണോ ഇപ്പൊ ഇവരെ പുറത്താക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നേ? എങ്കിൽ നിങ്ങളിൽ രാജ്യസ്നേഹം ഇല്ല, നിങ്ങൾക്ക് നേഷൻ അല്ല ഫസ്റ്റ്. നിങ്ങൾ തന്നെ ആദ്യം മനസ്സിലാക്കിക്കോ. ഇപ്പൊ ഇതിനെ അനുകൂലിച്ച് ഇപ്പൊ ഇതിന്റെ താഴെ തന്നെ നിങ്ങൾ നോക്കിക്കോ, കുറെ കമന്റുകൾ വരും, എന്നെ തെറി വിളിക്കും. ഇവരെല്ലാം ഒന്നെങ്കിൽ കമ്മികളായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ മതസ്നേഹം മൂത്ത ആൾക്കാരായിരിക്കും. ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പവും ഇല്ല. പക്ഷേ ഞാൻ പറയുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷരായ ആളുകളോടാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇതൊക്കെ നിങ്ങൾ കണ്ടോളൂ. എന്നിട്ട് നിങ്ങളുടെ സമ്മതിദാനാവകാശം നിങ്ങൾ വളരെ ഫലപ്രദമായി പ്രയോഗിക്കുക. ആരാണ് നിങ്ങളോടൊപ്പം ഉള്ളത്? വർഗീയത പറഞ്ഞ് ആരാണ് ഇവിടെ വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് ഇത്രയും നാളും? നിങ്ങൾ പറഞ്ഞ വർഗീയതയെ തുറന്നു കാണിച്ചു, ഒരു മതത്തോട് മാത്രമുള്ള നിങ്ങളുടെ പ്രീണനത്തെ തുറന്നു കാണിച്ചു എന്നുള്ളതാണ് ആകെ BJP ചെയ്ത കാര്യം. അവർക്ക് അതേ ചെയ്യേണ്ടി വന്നുള്ളൂ. അത്രയും വേസ്റ്റ് ആയിട്ടായിരുന്നു ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളാണ് അവസരം കൊടുത്തത്, നിങ്ങളാണ് ഇന്ത്യയെ ഈ രീതിയിലാക്കിയത്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി രാജ്യത്തിനൊപ്പം നിൽക്കുക. മൊസാദ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ചെറിയ പിഴവ് തന്നെയായിരുന്നു ഇപ്പോൾ സംഭവിക്കുന്ന ഈ പാലസ്തീൻ യുദ്ധം. പക്ഷേ നെതന്യാഹു രാജിവെച്ച് പോകണം, മൊസാദിനെ പിരിച്ചുവിടണമെന്നൊന്നും അല്ല അവിടുത്തെ പൗരന്മാർ ആവശ്യപ്പെട്ടത്. അവരാവശ്യപ്പെട്ടത് നമ്മൾ ഒരുമിച്ച് നിന്ന് നെതന്യാഹുവിനോടൊപ്പം നിന്ന് അടിക്കട അവനെ എന്നാണ്. അതുപോലെ ഒരു അംശം രാജ്യസ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഭരണാധികാരികളോടൊപ്പം നിന്ന് ഇപ്പോൾ അവർ നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നത് എന്താണോ അതിന് കൈയടിക്കുകയും അതിനോടൊപ്പം ഉണ്ടെന്ന് പറയുകയുമാണ് ചെയ്യേണ്ടത്. ശശി തരൂറിനൊക്കെ വിവരമുണ്ട്, രാഷ്ട്രീയത്തിലുപരി നേഷൻ ഫസ്റ്റ് എന്ന കാര്യം അയാൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അയാൾ പറഞ്ഞത്. ഇപ്പൊ കുറ്റപ്പെടുത്താൻ കല്ലെറിയും അല്ല ചെയ്യേണ്ടത്, അതിനിനിയും സമയമുണ്ട്. പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്, നമ്മുടെ സിവിലിയൻസിനെ കൊന്നൊടുക്കാൻ സഹായം ചെയ്ത ശത്രുവാണ്. ഒരു പാകിസ്ഥാൻ പൗരനും ഇല്ലീഗലായിട്ട് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. പോകണം എന്ന് പറഞ്ഞാൽ പോയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കും. അത് അത്രയേ ഉള്ളൂ. അതിന്റെ പേരിൽ ഇനി കൊടി പിടിക്കുകയും റോഡിൽ ഇറങ്ങുകയും ചെയ്യുന്ന ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ. അവർക്ക് രാജ്യമല്ല വലുത്, മനുഷ്യരല്ല വലുത്, മറ്റു പലതുമാണ് വലുത്. നിങ്ങൾക്ക് എന്താണ് വലുതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ.